വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും പടരട്ടെ വചനാഗ്നി ഈശോയിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്ന എൻ്റെ സഹോദരി സഹോദരന്മാരെ, നിങ്ങളെ എല്ലാവരെയും ഏറെ സന്തോഷത്തോടെ ഈ വചന ശുശ്രൂഷയിലേക്ക് ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നാം ഇന്ന് ധ്യാനിക്കുന്ന വിഷയം സുഭാഷിതങ്ങളുടെ പുസ്തകം 16-ാമത്തെ അധ്യായം 1-ാം തിരുവചനമാണ്. മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു, അന്തിമമായ തീരുമാനം കർത്താവിൻ്റെ അത്രേ. 2 വർഷങ്ങൾക്ക് മുമ്പ് അയർലൻഡിൽ നിന്ന് ഞാൻ നേരത്തെ പഠിപ്പിച്ചിട്ടുള്ള ഒരു സ്റ്റുഡൻറ്റ് വിളിക്കുകയുണ്ടായി. ഏറെ നാളുകൾക്ക് ശേഷം ഒരുപാട് തടസ്സങ്ങൾക്കൊടുവിൽ അയർലൻഡിൽ ജോലിക്ക് ചെന്നതാണ്. ചെറിയ ഒരു മരുന്ന് സംബന്ധമായിട്ടുള്ള പ്രശ്നത്തിൽ ഉൾപ്പെട്ട് ജോലി നഷ്ടപ്പെട്ട് നമുക്കൊരു പരിചയമില്ലാത്ത ഒരു നാട്ടിൽ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റാർക്കും ഈ വിവരം അറിഞ്ഞുകൂടാ. മാതാപിതാക്കളോട് പോലും ഈ പെൺകുട്ടി ഈ വിവരം പറഞ്ഞിട്ടില്ല. കാരണം ഏറെ പ്രതീക്ഷയോടെ ഒരു നിർധന കുടുംബത്തിൽ നിന്ന് ഇന്ത്യക്ക് വെളിയിൽ ജോലിക്ക് പോയ ഈ പെൺകുട്ടിക്ക് ഇങ്ങനെയെല്ലാം സംഭവിച്ചു എന്നറിഞ്ഞാൽ ആ മാതാപിതാക്കൾ ഒരുപാട് വിഷമിക്കുമല്ലോ എന്ന് ഈ പെൺകുട്ടി കരുതുകയുണ്ടായി. ഏറെ കുത്തുവാക്കുകൾക്കിടയിൽ സഹപാഠികളിലും സഹപ്രവർത്തകരിൽ നിന്നും അധികാരികളിൽ നിന്നും ഒക്കെ ലഭിച്ച കുത്തുവാക്കുകൾക്കിടയിൽ മനസ്സ് തകർന്ന് ഒരു ആശ്വാസത്തിനായി വിളിച്ചതാണ്. ഈ വിദ്യാർത്ഥിനി അവിടെ ഇപ്പോൾ സ്റ്റാഫ് നേഴ്സായിട്ട് ജോലി ചെയ്യുന്നു. മാസങ്ങളായി ജോലിക്ക് കയറാനായിട്ട് സാധിക്കുന്നില്ല. സാമ്പത്തികമായി ഏറെ ബുദ്ധിമുട്ടിൽ, അതിലേറെ മാനസികമായി തകർന്ന അവസ്ഥയിലും. ആ പെൺകുട്ടി എന്നോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. മാഡം, ഇത് ദൈവത്തിൻ്റെ ഇഷ്ടമല്ലായിരുന്നോ? എനിക്കെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? അപ്പോൾ ഈ പെൺകുട്ടി പോകുന്ന കാര്യം ഞാൻ അറിഞ്ഞിരുന്നില്ല. ഞാൻ ചോദിച്ചു, പ്രാർത്ഥിച്ചിട്ടൊക്കെയല്ലേ തീരുമാനം എടുത്തത്? ആ പെൺകുട്ടി എന്നോട് പറഞ്ഞു, പല തടസ്സങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരുന്നു. പ്രാർത്ഥന നന്നായിട്ട് തീക്ഷ്ണമാക്കിക്കൊണ്ടേയിരുന്നു. എന്നാൽ ഇന്ത്യക്ക് വെളിയിലേക്ക് പോകണമെന്നുള്ള ആഗ്രഹം തീക്ഷ്ണമായപ്പോൾ സർട്ടിഫിക്കറ്റിൽ ചെറിയ ഒരു കൃത്രിമം ഞാൻ വരുത്തുകയുണ്ടായി. അവർ ആവശ്യപ്പെട്ടിരുന്ന ജോലി പരിചയത്തിൽ ഏതാനും മാസങ്ങളുടെ കുറവുണ്ടായിരുന്നു. ആ ഒരു കാരണം കൊണ്ട് ഈ ജോലി നഷ്ടപ്പെടരുതല്ലോ എന്ന് കരുതി കൃത്രിമമായി ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുക തന്നെ ചെയ്തു. എന്നാൽ അതൊന്നും പിടിക്കപ്പെട്ടില്ല എന്നതാണ് വാസ്തവം. പക്ഷെ ജോലി ചെയ്ത് 2 വർഷങ്ങൾക്ക് ശേഷമാണ് ഇതുപോലെ ഒരു തെറ്റ് സംഭവിച്ചത്. ഈ ഒരു സംഭവം മനസ്സിലൊരു കുറ്റബോധമായി അവശേഷിക്കുന്നുമുണ്ടായിരുന്നു. അതിനാലാണ് ആ പെൺകുട്ടി ഏറെ വിശദമായി എന്നോട് ഈ കാര്യം പറയാൻ ഇടയായത്. പ്രിയപ്പെട്ടവരെ, ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ തീരുമാനം ദൈവഹിതപ്രകാരം മാത്രം എടുക്കേണ്ടതാണ്. പലരും ഫോൺ കോളുകളിൽ കൂടി എന്നോട് ചോദിക്കാറുണ്ട്, പല ആഗ്രഹങ്ങളും പറഞ്ഞിട്ട് ഇതിലൊരു തീരുമാനം എന്താണ് എടുക്കേണ്ടത്? പ്രിയപ്പെട്ടവരെ, എന്ത് തീരുമാനം എടുക്കുമ്പോഴും ഞാൻ പറയാറുള്ളത് ഒരേ ഒരു കാര്യമാണ്. അതിന് സ്വിച്ചിട്ട പോലെ ഒരു ഉത്തരം നമ്മൾക്ക് ലഭിക്കുകയില്ല. പ്രാർത്ഥിച്ച് കാത്തിരിക്കണം. എടുക്കേണ്ട തീരുമാനമാണെങ്കിൽ
ദൈവം അതിൽ കൂടെ കൈ പിടിച്ച് കൊണ്ടുപോയിക്കൊള്ളും. അല്ല എന്നുണ്ടെങ്കിൽ അതിന് തടസ്സങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. നമ്മുടെ ചില ചിന്തകളിൽ ആഗ്രഹങ്ങൾ തീക്ഷ്ണമായി നിൽക്കുമ്പോൾ നമ്മുടെ ഇഷ്ടവും ദൈവ ഇഷ്ടവും ഒരു തുലാസിൻ്റെ 2 തട്ടുകളിൽ വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ ചിലപ്പോഴൊക്കെ ദൈവ ഇഷ്ടം കണ്ടില്ല എന്ന് നടിക്കുന്നത് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഏതാനും വചനങ്ങളിലൂടെ നമുക്കൊന്ന് കടന്നു ചെല്ലാം. എങ്ങനെയാണ് ഒരു വിഷയത്തിൽ തീരുമാനം എടുക്കേണ്ടത്? എങ്ങനെ ദൈവ സഹായത്താൽ നല്ല ഒരു തീരുമാനം നമുക്ക് എടുക്കാൻ സാധിക്കും? ഒരു വിവാഹമാകട്ടെ, ഒരു ജോലിയുടെ കാര്യമാകട്ടെ, ഒരു വീട് വാങ്ങുന്ന കാര്യമാകട്ടെ, വീട് വിൽക്കുന്ന കാര്യമാകട്ടെ. ഏറെ പേർ വിളിച്ച് ചോദിക്കാറുണ്ട്, ചില സമയം പ്രാർത്ഥിച്ചിട്ട് ബൈബിൾ തുറക്കുമ്പോൾ കൃത്യമായിട്ടുള്ള വചനങ്ങൾ അവിടെ ലഭിക്കാറുമുണ്ട്. ഏതാനും വചനങ്ങളിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം. ഇപ്പം എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന അനേകം പേർ ജീവിതത്തിൻ്റെ നിർണായകമായ പല തീരുമാനങ്ങളും എങ്ങനെ എടുക്കും, മുന്നോട്ട് പോകണമോ വേണ്ടയോ എന്ന് സംശയിച്ച് ഇരിക്കുന്നുണ്ടാവും. നമ്മളോട് ദൈവം വചനത്തിലൂടെ സംസാരിക്കട്ടെ. ആദ്യത്തെ വചനം ഇതാണ്. സുഭാഷിതങ്ങൾ 16-ാമത്തെ അധ്യായം 33-ാമത്തെ വചനം. കാര്യങ്ങൾ തീരുമാനിക്കാൻ കുറി ഇടുന്നവരുണ്ട്, അന്തിമമായ തീരുമാനം കർത്താവിൻ്റെതാണ്. മനുഷ്യർ എങ്ങനെയെല്ലാം തീരുമാനങ്ങൾ എടുത്തു വെച്ചാലും ആത്യന്തികമായി ഒരു മനുഷ്യൻ്റെ നന്മയെ മാത്രം ആഗ്രഹിക്കുന്ന ദൈവം ചില സമയം നമ്മളുടെ പ്ലാനുകളെയൊക്കെ തകിടം മറിക്കാറുണ്ട്. നാം എങ്ങനെയെല്ലാം തീരുമാനം എടുത്താലും ചില സമയം അത് മാറിപ്പോകുന്നത് നാം കണ്ടിട്ടുണ്ട്. അതിൽ വിഷമിച്ചിട്ട് കാര്യമേ ഇല്ല. ദൈവത്തിനറിയാം എൻ്റെ ദൈവം എൻ്റെ നന്മയ്ക്കായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നടത്തൂ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു, വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. മറ്റൊരു വചനം ഇങ്ങനെ പറയുന്നു. പ്രഭാഷകന്റെ പുസ്തകം 3-ാം അധ്യായം 24-ാം തിരുവചനം. വിവേകശൂന്യമായ തീരുമാനം അനേകരെ വഴിതെറ്റിച്ചിട്ടുണ്ട്. അടുത്ത ദിവസം ലഭിച്ച ഒരു ഫോൺ കോളില് കുറേയേറെ നാള് നാട്ടിലെ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് അധ്വാനിച്ചുകൊണ്ടിരുന്ന ഒരു യുവാവ് വീട്ടുകാരുടെ നിർബന്ധം സഹിക്കവയ്യാതെ വിദേശ രാജ്യത്തേക്ക് കടക്കുകയുണ്ടായി. എന്നാൽ അവിടെ എത്തി അവിടെ തനിക്ക് പറ്റിയ ഒരു ജോലി ദൈവത്തോട് ആലോചന ചോദിച്ച് തിരഞ്ഞെടുക്കേണ്ടതിന് പകരം അവിടെ എത്തിയതിന് ശേഷം വീണ്ടും നാട്ടിലെ ജോലിക്ക് വേണ്ടിയിട്ട് വെറുതെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തോട് ആലോചന ചോദിക്കണം. ഒരു തീരുമാനം ദൈവഹിതപ്രകാരം എടുത്താൽ അതിനുള്ള കൃപ ചോദിച്ച് വാങ്ങിച്ച് അല്പമൊക്കെ കഷ്ടപ്പെടേണ്ടി വരും. പക്ഷെ പിടിച്ചു നിന്നാൽ അതിൽ കയറിപ്പോകാൻ സാധിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. ദൈവഇഷ്ടമല്ലെങ്കിൽ അത് അവിടെ വെച്ച് നിർത്തി തിരിച്ചു പോരുകയും ചെയ്യും. പക്ഷെ തീരുമാനത്തിന് മുമ്പ് ദൈവഹിതപ്രകാരമുള്ള ഒരു തീരുമാനമാണോ അല്ലയോ എന്ന് എളുപ്പവഴിയിൽ കണ്ടുപിടിക്കാനൊന്നും സാധിക്കില്ല. പ്രാർത്ഥന തീക്ഷ്ണമാക്കുക മാത്രമേ വഴിയുള്ളൂ. പല കുട്ടികളും എൻ്റെ അടുക്കലൊന്ന് പറയാറുണ്ട്, മാഡം ഇവിടെ എങ്ങനെ ജീവിക്കും, എങ്ങനെയെങ്കിലും വെളിയിലോട്ട് പോയാലല്ലേ രക്ഷപ്പെടൂ. പ്രിയപ്പെട്ടവരെ, ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത് എന്നുകൂടി ആലോചന ചോദിച്ചിട്ട് വേണം തീരുമാനം എടുക്കാൻ വേണ്ടി. നമ്മുടെ ആഗ്രഹങ്ങൾ ഒരിക്കലും നമ്മെ മുന്നോട്ട് നയിക്കുന്നില്ല എന്ന് നാം ഉറപ്പാക്കേണ്ടത് ഏറെ ആവശ്യം തന്നെ. വചനത്തിലേക്ക് കടക്കാം. സങ്കീർത്തനം 16:7. പ്രാർത്ഥിച്ചാൽ തീർച്ചയായും ദൈവം നമ്മളെ സഹായിക്കുക തന്നെ ചെയ്യും. എനിക്ക് ഉപദേശം നൽകുന്ന കർത്താവിനെ ഞാൻ വാഴ്ത്തുന്നു, രാത്രിയിലും എൻ്റെ അന്തരംഗത്തിൽ പ്രബോധനം നിറയുന്നു. പ്രിയപ്പെട്ടവരെ, ഈ വചനം ഞാൻ ഇതിലൂടെ കടന്നു പോകുമ്പോൾ എനിക്ക് ഒരു ജോലി സംബന്ധമായിട്ടുള്ള കാര്യത്തിൽ പ്രധാനപ്പെട്ട ഒരു തീരുമാനം എടുക്കേണ്ടിയിരുന്നു. ഞാനിത് നേരത്തെ വേറൊരു പ്രസംഗത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. എന്നാൽ പുതിയതായിട്ട് എനിക്ക് കിട്ടിയ ജോലി എന്ന് പറഞ്ഞാൽ, ഓഫർ ചെയ്ത ജോലി എന്ന് പറഞ്ഞാൽ
അന്ന് എനിക്കേറെ സാമ്പത്തിക ബാധ്യതയുള്ള ഒരവസരത്തിൽ കിട്ടിക്കൊണ്ടിരുന്ന ശമ്പളത്തെക്കാളും വളരെ കുറഞ്ഞ ഒരു ശമ്പളത്തിലേക്കാണ്, എന്നാൽ സ്ഥിരമായ ഒരു ജോലിയാണ് താനും. എന്ത് തീരുമാനമാണ് എടുക്കേണ്ടത്? സാമ്പത്തിക ബാധ്യതകളുണ്ട്. ഈ കാര്യത്തിൽ എന്ത് തീരുമാനം എടുക്കണമെന്നറിയാതെ 3 മാസത്തോളം ഞാൻ ലീവ് എടുത്ത് കൂടുതലും പ്രാർത്ഥനയിൽ ചെലവഴിച്ചിട്ടുണ്ട്. വളരെ പേരോട് ചോദിച്ചു. എല്ലാവരും പ്രാർത്ഥന തീക്ഷ്ണമാക്കാനായിട്ട് ആണ് പറയുകയുണ്ടായത്. ഞാൻ കൂടുതൽ തീക്ഷ്ണമായും പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. കാരണം തീരുമാനം വിവേകശൂന്യമായി പോയാൽ, ദൈവഹിതപ്രകാരം അല്ലെങ്കിൽ അത് നാശത്തിലേക്കായിരിക്കും മാറുക എന്നതിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ ഏകദേശം ആ ജോലിയിലൊക്കെ ജോയിൻ ചെയ്യണം വേണ്ട എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ദിവസം ബൈബിൾ തുറന്ന അന്ന് ഏതാനും ദിവസങ്ങൾ മാത്രമേ അവശേഷിച്ചിട്ടുള്ളൂ. ഒന്നുകിൽ ഞാൻ ജോയിൻ ചെയ്യണം, ഇല്ലെങ്കിൽ വേണ്ടാന്ന് വെക്കണം. ജെറമ്യയുടെ പുസ്തകം 29-ാമത്തെ അധ്യായം 11-ാം തിരുവചനം അന്ന് ആദ്യമായിട്ടാണ് എന്നെ പിടിച്ചു കുലുക്കിയത്. എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. അത് നിന്റെ നാശത്തിനായിട്ടുള്ള പദ്ധതിയല്ല, നിന്റെ ക്ഷേമത്തിനായിട്ടുള്ള പദ്ധതിയാണ്. നിനക്ക് ശുഭകരമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. അടുത്ത ദിവസം തന്നെ പോയി ആ ജോലിയിൽ ജോയിൻ ചെയ്ത സമയത്ത് എനിക്ക് കിട്ടിക്കൊണ്ടിരുന്ന സാമ്പത്തിക നേട്ടങ്ങളെക്കാൾ ഏറെ കുറഞ്ഞ അവസ്ഥയിലാണ്. പക്ഷെ വിശ്വസിച്ച് കർത്താവിൻ്റെ ഇഷ്ടത്തോട് ചേർന്ന് നിന്നപ്പോൾ ഏകദേശം 1 വർഷത്തിനകം തന്നെ എനിക്ക് യാതൊരു കുറവുമില്ലാതെ സുരക്ഷിതമായി കിട്ടുന്ന അവസ്ഥയിലേക്ക് ദൈവം ഗവൺമെൻറ് സാലറി തന്നെ റിവൈസ് ചെയ്ത് തരികയുണ്ടായി. പ്രിയപ്പെട്ടവരെ, വിശ്വസിച്ച് ആശ്രയിച്ചാൽ, ദൈവത്തിൽ റിസ്ക് എടുക്കുന്നവരെ ദൈവം ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല എന്നാണ് എൻ്റെ അനുഭവം തന്നെ എന്നെ പഠിപ്പിക്കുന്നത്. നിങ്ങൾക്ക് ഏറെ പ്രയോജനകരമാകുന്ന ഏതാനും വചനങ്ങൾ നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എന്തെങ്കിലും സുപ്രധാനമായിട്ടുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കുമ്പോൾ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ചില വചനങ്ങളുണ്ട്. ഞാനത് ഏറെ പേർക്ക് പറഞ്ഞു കൊടുത്തിട്ടുമുണ്ട്. സങ്കീർത്തനം 25:12 അതിലൊരു വചനം. കർത്താവിനെ ഭയപ്പെടുന്നവനാരോ, അവൻ തിരഞ്ഞെടുക്കേണ്ട വഴി അവിടുന്ന് കാണിച്ചു കൊടുക്കും, അവൻ സർവ്വ ഐശ്വര്യത്തിൽ കഴിയും. കർത്താവ്, ഈ വചനത്തിൻ്റെ അഭിഷേകം നിറയട്ടെ, ഈ കാര്യത്തിൽ അങ്ങയുടെ ഹിതം വെളിപ്പെടുത്തി കിട്ടണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങും. ദൈവത്തിൻ്റെ ഇഷ്ടമാണെങ്കിൽ അതിനകത്ത് തന്നെ കയറിയിരിക്കും, ഇല്ലെങ്കിൽ അതിന് തടസ്സം ഉണ്ടാകുകയും ചെയ്യും. വീണ്ടും ഞാൻ പ്രാർത്ഥിക്കുന്ന മറ്റൊരു വചനമുണ്ട്. എന്ത് ചെറിയ കാര്യം വന്നാൽ പോലും ഇപ്പം ഈ വചനങ്ങൾ വെച്ച് പ്രാർത്ഥിക്കാറുണ്ട്. നിങ്ങൾക്കും അത് പ്രയോജനപ്പെടും. സങ്കീർത്തനം 32:8 ഞാൻ നിന്നെ ഉപദേശിക്കാം, നീ നടക്കേണ്ട വഴി കാണിച്ചു തരാം, ഞാൻ നിന്റെ മേൽ ദൃഷ്ടി ഉറപ്പിച്ച് നിന്നെ ഉപദേശിക്കാം. കർത്താവ് നമ്മെ ഉപദേശിച്ചാൽ പിന്നെ നമ്മൾക്ക് എന്താണ് പേടിക്കാനുള്ളത്? മനുഷ്യരുടെ ആലോചന സ്വീകരിക്കാതിരിക്കുകയാണ് ഏറ്റവും നല്ലത്. കാരണം 5 പേരോട് ചോദിച്ചാൽ 5 അഭിപ്രായമായിരിക്കും ലഭിക്കുക. ചിലപ്പോൾ മനുഷ്യരിലൂടെയും ദൈവം നമ്മളോട് സംസാരിക്കാറുണ്ട്. പക്ഷെ നാം തീക്ഷ്ണമായി പ്രാർത്ഥിച്ചാൽ ഒരു വഴി തെളിയുക തന്നെ ചെയ്യും. നമുക്കേറെ പ്രയോജനപ്പെടുന്ന മറ്റ് ഒരു വചനമുണ്ട്. യെശയ്യായുടെ പുസ്തകത്തിലാണ് ആ വചനമുള്ളത്. യെശയ്യായുടെ പുസ്തകം 30-ാമത്തെ അധ്യായം 20-ാം തിരുവചനം. വചനം ഇങ്ങനെ പറയുന്നു: കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല. നിന്റെ നയനങ്ങൾ നിന്റെ ഗുരുവിനെ ദർശിക്കും. നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ പിന്നിൽ നിന്ന് ഒരു സ്വരം കേൾക്കാം, ഇതാണ് വഴി, ഇതിലേ പോവുക. പ്രിയപ്പെട്ടവരെ, നിങ്ങളേറെ പേര് വെച്ച് പ്രാർത്ഥിക്കുന്ന ഒരു വചനമായിരിക്കും ഇത്. കർത്താവ് കറക്റ്റായിട്ട് നമുക്ക് പറഞ്ഞു തരും. നമ്മുടെ കാലുകൾ ആ വഴിയിലൂടെ നീക്കുക തന്നെ ചെയ്യും. വചനം വെച്ച് പ്രാർത്ഥിച്ചാൽ തീരുമാനങ്ങളിൽ കർത്താവിൻ്റെ ഉപദേശം ഉണ്ടാകും എന്നതിൽ യാതൊരു സംശയവുമില്ല. മറ്റൊരു വചനം ഇങ്ങനെ പറയുന്നു: ഏറെ ബുദ്ധിമുട്ടുള്ള ചില സാഹചര്യങ്ങളിലൂടെ കടന്നു പോവുകയാണ്. മാനുഷികമായിട്ട് ചിന്തിച്ചാൽ അതിനൊരു പരിഹാരമില്ല.
എങ്ങനെ ഇതിലൂടെ കടന്നു പോകും എന്ന് ചിന്തിക്കുമ്പോൾ നമ്മെ ഏറെ സഹായിക്കുന്ന ഒരു വചനമാണ് സങ്കീർത്തനങ്ങൾ 18:29. അവിടുത്തെ സഹായത്താൽ ഞാൻ സൈന്യനിരയെ ഭേദിക്കും, എൻ്റെ ദൈവത്തിൻ്റെ സഹായത്താൽ ഞാൻ കോട്ട ചാടിക്കടക്കും. കോട്ട പോലെയുള്ള പ്രശ്നങ്ങളാവാം, വലിയ സൈന്യനിര തന്നെ നമുക്കെതിരെ നിരന്നു നിൽക്കുന്നുണ്ടാകാം. പക്ഷെ തീരുമാനം ദൈവത്തിൻ്റെ ആയിരിക്കും. ദൈവം കരം പിടിച്ചാൽ നമ്മൾക്ക് എന്താണ് അസാധ്യമാകുന്നത്? പ്രിയപ്പെട്ടവരെ, വചനം പറയുന്ന പോലെ നമുക്ക് മനുഷ്യകരങ്ങളിലല്ല ദൈവകരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. മറ്റൊരു അനുഭവത്തിലേക്ക് കടക്കുകയാണ്. ഏറെ പരാധീനതകൾക്കിടയിൽ ജീവിച്ചിരുന്ന വിധവയായ ഒരു വീട്ടമ്മ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കപ്പെട്ടു. 2 കുഞ്ഞുങ്ങളുമായി ഇനി എന്ത് ചെയ്യും എന്ന് ഏറെ ഭയന്നും ഉത്കണ്ഠാകുലയായും ഒരു കന്യാസ്ത്രീ മഠത്തിൽ അഭയം തേടുകയുണ്ടായി. പലരുടെയും ഭാഗത്തു നിന്ന് ഈ സ്ത്രീയെ ഇല്ലായ്മ ചെയ്യാനുള്ള നീക്കങ്ങൾ നടക്കുകയുണ്ടായി. ഒന്നല്ല, ഏകദേശം 6 കേസോളം ഈ സ്ത്രീക്കെതിരെ അവർ കൊടുക്കുകയും ചെയ്തു. ഭർതൃകുടുംബത്തിൽ നിന്ന് യാതൊരു അവകാശവും ലഭിക്കുന്നില്ല എന്നുള്ള അവസ്ഥ എത്തി. ഈ സ്ത്രീ ചോദിച്ചത് അധികം സ്വത്തൊന്നുമല്ല, ഈ 2 കുഞ്ഞുങ്ങളെയും കൊണ്ട് കഴിയാനുള്ള ഒരു ഇടം മാത്രമാണ്. സ്വന്തം കുടുംബക്കാരും ഒരു ഭാരം എന്ന് തോന്നിയപ്പോൾ വലിയ സപ്പോർട്ടൊന്നും കൊടുക്കുകയുണ്ടായില്ല. നിർധനയായ യുവതി, അധികം കഴിവൊന്നുമില്ല, ഏറെ പ്രാർത്ഥിക്കുന്ന ഒരു യുവതി വർഷങ്ങൾക്ക് മുമ്പ് സമീപിക്കുകയുണ്ടായി. എനിക്ക് നിയമസഹായം ഒന്നും ചെയ്തു കൊടുക്കാൻ പറ്റിയ ഒരവസ്ഥയിലല്ലായിരുന്നു. ഞാൻ ഈ പറഞ്ഞ വചനങ്ങൾ, തീരുമാനമെടുക്കാനുള്ള വചനങ്ങൾ, സംരക്ഷണത്തിലുള്ള വചനങ്ങൾ മാത്രം പറഞ്ഞു കൊടുക്കാനേ അന്ന് എനിക്ക് സാധിച്ചുള്ളൂ. 1 വർഷത്തിന് ശേഷം ഈ യുവതി എന്നോട് പറയുകയാണ്, ഏതോ ഒരു ഉയർന്ന ജഡ്ജ് നേരിട്ട് ഈ സ്ത്രീയോട് സംസാരിച്ച് ഇവളുടെ കാര്യം ഫേവറബിളായിട്ട് വിധിച്ചു കൊടുത്തു എന്ന്. ഈ സ്ത്രീ പറയുകയാണ്, എൻ്റെ ദൈവം അദ്ദേഹത്തിലൂടെ എനിക്കുള്ള വിധിവാചകം അവിടെ തരികയുണ്ടായി. പ്രിയപ്പെട്ടവരെ, ഏറെ നാളത്തെ പ്രാർത്ഥനയ്ക്കും ഉപവാസത്തിനും കണ്ണീരിനും ദൈവം ഉത്തരം കൊടുത്തു എന്നതാണ് സത്യം. ഞാൻ ആ സ്ത്രീയോട് ചോദിച്ചു, ഈ പറഞ്ഞ ജഡ്ജിനെ പരിചയമുണ്ടോ? ആ സ്ത്രീ പറഞ്ഞു, എനിക്കാരെയും പരിചയമില്ല. ഞാൻ ഈ കേസ് ആവശ്യത്തിന് പോലീസ് സ്റ്റേഷനിൽ പോകാൻ പോലും ഭയമായിരുന്നു. എന്നാൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഓരോ സ്ഥലത്തേക്കും കടന്നു ചെല്ലുമ്പോൾ ദൈവത്തിൻ്റെ ദൂതർ എന്ന് പറഞ്ഞ പോലെ ആ ഓഫീസിലും ആ പോലീസ് സ്റ്റേഷനിലും ഈ സ്ത്രീയോട് ദൈവത്തോടെ സംസാരിക്കാനും ഇനി എങ്ങനെ മുന്നോട്ട് പോകണം എന്ന് പറഞ്ഞു കൊടുക്കാനും ഒരാൾ അവിടെ ഉണ്ടാവും. പ്രിയപ്പെട്ടവരെ, 2 കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച് 2 പേരുടെയും വിവാഹമെല്ലാം കഴിഞ്ഞ് ഇന്നും ദൈവത്തോട് ഏറെ വിശ്വസ്തയായി ജീവിക്കുന്ന ഈ സ്ത്രീ അനേകർക്ക് ഇന്നും വഴികാട്ടിയാണ്. പ്രിയപ്പെട്ടവരെ, തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുമ്പോൾ മാനുഷികമായി ചിന്തിച്ചാൽ ഇതിന് ഇനി നീക്കുപോക്കില്ല എന്ന് കരുതുന്ന അവസരങ്ങളിൽ ദൈവത്തിൽ ആശ്രയിച്ചാൽ ആരെല്ലാം എന്തെല്ലാം തീരുമാനങ്ങൾ ഏതൊക്കെ വഴിക്കെടുത്താലും അന്തിമമായി ദൈവത്തിൻ്റെ നീതിയും തീരുമാനവും നടപ്പിൽ വരുന്നത് നമുക്ക് അടുത്തറിയാൻ സാധിക്കും. നമുക്ക് ഈ വചനങ്ങളിൽ കൂടുതലായി ആശ്രയിക്കാം. സങ്കീർത്തനം 60:11 ഇങ്ങനെ പറയുന്നു, ശത്രുവിനെതിരെ എന്നെ സഹായിക്കണമേ, എന്തെന്നാൽ മനുഷ്യൻ്റെ സഹായം വ്യർത്ഥമാണ്. തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുമ്പോഴും സഹായം എവിടുന്ന് വരും എന്ന് ചിന്തിക്കുമ്പോഴും നമ്മെ ഏറെ
നയിക്കുന്ന ഒരു സങ്കീർത്തനമാണ് സങ്കീർത്തനം 121. പലപ്പോഴും ഞാനിത് ഏറ്റുചൊല്ലാറുണ്ട്. പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തി, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എനിക്ക് സഹായം എൻ്റെ ദൈവത്തിൽ നിന്ന് വരും. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച എൻ്റെ ദൈവത്തിൽ നിന്ന് തന്നെ. പ്രിയപ്പെട്ടവരെ, പല കാര്യങ്ങളെപ്പറ്റി ഉത്കണ്ഠാകുലരും ആകുലരും ഇനി എങ്ങനെ മുന്നോട്ട് പോകണം എന്ന് ചിന്തിച്ച് തട്ടി തടഞ്ഞു നിൽക്കുന്ന പല അവസരങ്ങളിലും ദൈവം നേരിട്ട് പ്രവർത്തിക്കുന്നത് അനുഭവിച്ചറിഞ്ഞ ഒരു വ്യക്തിയാണ് ഞാൻ. ദൈവത്തിൽ ആശ്രയിക്കുന്നവരെ ഒരിക്കലും ദൈവം തള്ളിക്കളയുകയില്ല. പല അവസരങ്ങളിലും ജ്ഞാനത്താൽ നിറയേണ്ട, ലോകത്തിൻ്റെ ആണെങ്കിലും വിജ്ഞാനത്താൽ നിറയേണ്ട അവസരങ്ങളിൽ ജെറമ്യ 33:3 എന്ന വചനം നയിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നെ വിളിക്കുക, ഞാൻ നിനക്ക് ഉത്തരമരുളും. നിന്റെ ബുദ്ധിക്ക് അതീതവും മഹത്വം നിഗൂഢവുമായ കാര്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരും. തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുമ്പോൾ പരിശുദ്ധാത്മാവ് നിറയാനും ദൈവ സഹായത്താൽ ഏറെ കഷ്ടപ്പെടുന്ന, ഏറെ ബലമുള്ള പ്രതിബന്ധങ്ങളെ തകർക്കാൻ നമുക്ക് വചനത്തിൽ ആശ്രയിക്കാം. തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുമ്പോൾ വചനം അനുസരിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് വിവേകശൂന്യമല്ലാത്ത വിവേകമുള്ള തീരുമാനങ്ങൾ എടുക്കാൻ ഈ വചനങ്ങൾ നമ്മെ ഏറെ സഹായിക്കട്ടെ. ഏറെ ബുദ്ധിമുട്ടിയും കഷ്ടപ്പെട്ടും മനസ്സ് വിഷമിച്ചും ഇരിക്കുന്ന യുവതീ-യുവാക്കന്മാരും മാതാപിതാക്കളും വിദ്യാർത്ഥിനികളും ദൈവത്തിൽ ആശ്രയിക്കാൻ നമുക്ക് സാധിക്കട്ടെ. വചനം നമ്മുടെ പാദങ്ങൾക്ക് വിളക്കും പാതയിൽ പ്രകാശവുമായി മാറട്ടെ. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥനയിലേക്ക് കടക്കാം. കർത്താവേ, ഞങ്ങളുടെ ശക്തനായ യേശുവേ, ഈ സമയം ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, പുകഴ്ത്തുന്നു, മഹത്വപ്പെടുത്തുന്നു, നന്ദി പറയുന്നു. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ സുപ്രധാനമായ പല തീരുമാനങ്ങളും എടുക്കേണ്ടി വന്ന അവസരങ്ങളിലെല്ലാം ഞങ്ങളുടെ കൈ പിടിച്ച് വഴി നടത്തിയതിനെക്കുറിച്ച് ഓർത്ത് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈശോയെ, മാതാപിതാക്കളും യുവതീ-യുവാക്കന്മാരും വിദ്യാർത്ഥിനികളും എല്ലാ പ്രായത്തിൽപ്പെട്ട ആൾക്കാരും കർത്താവെ, കാര്യങ്ങളിൽ തീരുമാനം എടുക്കേണ്ടി വരുമ്പോൾ അങ്ങിൽ ആശ്രയിക്കുമ്പോൾ വചനത്തിലൂടെ കർത്താവെ അങ്ങ് അവർക്ക് ഉത്തരം കൊടുക്കണമേ. അങ്ങേ പരിശുദ്ധാത്മാവാൽ അവരെ നിറയ്ക്കണമേ. ശരിയായിട്ടുള്ള തീരുമാനങ്ങൾ കർത്താവെ അങ്ങയുടെ സഹായത്താൽ പ്രതിബന്ധങ്ങളെ അതിജീവിക്കാനും അതനുസരിച്ച് മുന്നോട്ട് നീങ്ങാനും വേണ്ട കൃപയാൽ നിറയ്ക്കണമേ. കർത്താവെ, ഞങ്ങൾ ചോദിക്കാൻ മറന്നുപോയ നന്മകൾ കൂട്ടിച്ചേർത്ത് തന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളെ വഴി നടത്തണമേ. ഈശോയെ, ഞങ്ങൾ ചോദിക്കുന്നത് എന്തെങ്കിലും ഞങ്ങളുടെ നന്മയ്ക്കായിട്ടുള്ളതല്ലെങ്കിൽ, അങ്ങയുടെ ഹിതപ്രകാരം അല്ലെങ്കിൽ കർത്താവെ അത് നീക്കിക്കളയണമേ. അങ്ങയുടെ ഹിതം തേടാനുള്ള കൃപയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. അങ്ങയുടെ സാന്നിധ്യവും സഹായവും അനുഭവിച്ചറിയാനുള്ള ദൈവാനുഗ്രഹത്താൽ ഞങ്ങളെ വഴി നടത്തണമേ. കർത്താവെ, ഞങ്ങൾ അങ്ങിൽ ആശ്രയിക്കുന്നു, ലജ്ജിക്കാനിടയാകല്ലേ. ഞങ്ങൾ മനുഷ്യരിൽ നിന്ന് സഹായം സ്വീകരിക്കാതെ കർത്താവിൽ ആശ്രയിക്കാൻ വേണ്ട ആഴത്തിലുള്ള ദൈവാശ്രയ ബോധത്താൽ ഇത് ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും നിറയ്ക്കണമേ. സമാധാനവും സ്വസ്ഥതയും അങ്ങിൽ കണ്ടെത്താൻ വേണ്ട കൃപയാൽ കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ സ്തോത്രം, ആരാധന. ഹല്ലേലൂയ, ആമേൻ. നമ്മുടെ നാഥൻ ഒലിവുമലയിൽ അന്ന് നൽകിയ മിഷൻ ദൂത് തലമുറ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ ഘോഷിക്കും.
കെടാതെ ഞങ്ങൾ ഘോഷിക്കും.